നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ ഇക്വേഷൻസിനെ പറ്റിയിട്ടാണ്. വാട്ട് യു മീൻ ബൈ എ കെമിക്കൽ ഇക്വേഷൻ? ഒരു ട്രൂ കെമിക്കൽ ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ സിംബൽസും ഫോമുലയൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സിങ്ക് ആഡഡ് ടു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ എന്നൊക്കെ നമ്മൾ നീട്ടി പരത്തി എഴുതണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളെന്താണ് ഒരു കെമിക്കൽ ചേഞ്ചിനെ, ആൻഡ് ദാറ്റ് ടു റിമെമ്പർ ഒരു ട്രൂ കെമിക്കൽ ചേഞ്ചിന് നടക്കാത്തൊരു റിയാക്ഷൻ. ഇപ്പോൾ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്യും. പക്ഷേ അതേപോലെ നമ്മൾ ഗോൾഡോ പ്ലാറ്റിനമോ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടാൽ നമുക്ക് ഒരിക്കലും AuCl3 ആൻഡ് H2 എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ നടക്കുന്നില്ല. ദറ്റ് ഈസ് നോട്ട് പോസിബിൾ. മനസ്സിലായോ? അപ്പോൾ ഇല്ലാത്തൊരു റിയാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ഒരു ട്രൂ കെമിക്കൽ ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. സോ യു ആർ റെപ്രസെൻറ്റിംഗ് എ ട്രൂ കെമിക്കൽ ചേഞ്ച് യൂസിങ് സിംബൽസ് ആൻഡ് ഫോമുല ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ ഡാൾട്ടൻസ് അറ്റോമിക് തിയറി ഒക്കെ പഠിച്ചതാണ് അല്ലേ. ഇപ്പോൾ സിങ്ക് പ്ലസ് HCl ഗീവ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് H2 എന്ന് ഞാൻ എഴുതി. ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും സിങ്ക് എടുത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിലിട്ട്. അപ്പോൾ നമ്മൾ ഡാൾട്ടൻസ് അറ്റോമിക് തിയറി പ്രകാരം ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. കാരണം എന്താ, റിയാക്ഷൻ കഴിയുമ്പോൾ ഇവിടെ 2 H2, ക്ലോറിൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 Cl ഉണ്ട്, ഹൈഡ്രജനെ നോക്കിയാൽ കാണാം അവിടെ 2 H2 ഉണ്ട് അല്ലേ. അപ്പോൾ റിയാക്ഷൻ്റെ മുന്നേ ഒരു Hഉം ഒരു Cl ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ ക്ലോറിനും രണ്ടാമത്തെ ഹൈഡ്രജനും എവിടെ നിന്ന് വന്നു? ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഡാൾട്ടൻസ് അറ്റോമിക് തിയറി, ദറ്റ് ഈസ് ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്, റൈറ്റ് ഹാൻഡ് സൈഡിന് ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ അത് കറക്റ്റായിട്ട് വരുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്യും അല്ലേ, ബാലൻസിങ് ഇക്വേഷൻസ്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഉള്ള ഇക്വേഷനെ നമ്മൾ പറയുക ഇറ്റ് ഈസ് എ സ്കെലിറ്റൺ ഇക്വേഷൻ എന്നാണ്. സ്കെലിറ്റൺ ഇക്വേഷൻ. സോ സ്കെലിറ്റൺ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ഓക്കെ, സ്കെലിറ്റൺ ഇക്വേഷൻ ഇസ് നോട്ട് എ ബാലൻസ്ഡ് വൺ. ഈ സ്കെലിറ്റൺ ഇക്വേഷനെ നമ്മൾ സിംപ്ലി ഇവിടെ ഞാനൊരു 2 മോൾസ് എന്ന് കാണിക്കുന്നതോടെ ആ ഇക്വേഷൻ എന്തായിട്ട് മാറി, ബാലൻസ്ഡ് ആയി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എനിക്കൊരിക്കലും HClനെ എടുത്തിട്ട് H2Cl2 എന്നാക്കാൻ പറ്റില്ല അല്ലേ. H2Cl2 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യണത് എന്താണ്, അതിൻ്റെ ഫോമുലേനെ തന്നെ മാറ്റുകയാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഞാൻ എന്ത് ചെയ്യും, 2 മോൾസ് ഓഫ് HCl ഉണ്ട് എന്ന് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ദറ്റ് വിൽ ബി ഈക്വൽ. അതിനാണ് നമ്മൾ എന്ത് പറയുക, ബാലൻസിങ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയാം. ഓക്കെ, ബാലൻസ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മളിനി റിഡോക്സ് റിയാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ നമ്മളവിടെ പഠിക്കും. ഇനി സിമ്പിൾ ഇക്വേഷൻസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ അല്ലേ, ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുക. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്.